മാർക്കോ പോലെയുള്ള സിനിമകൾ ഇറങ്ങിയ സമയത്ത് വലിയ ഒച്ചപ്പാടൊന്നും ഇല്ലാതെ വേറൊരു സിനിമ തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വെട്രിമാരന്റെ വിടുതലൈ പാർട്ട് 2. ഫസ്റ്റ് തന്നെ പറയാനുള്ളത് പാർട്ട് 1 വിടുതലൈ പാർട്ട് 1 കാണാത്തവർ ഒരു പാർട്ട് 2 കാണുന്നതിനോട് യോജിപ്പില്ല. കാരണം അത് എന്താ പറയുന്നത്, അത് മനസ്സിലാവാൻ പോകുന്നില്ല. ആ ഒരു കണക്ഷൻ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. മറ്റ് സിനിമകളൊക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് ചെറിയ കഥയൊക്കെ വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യായിരുന്നു. പക്ഷെ ഇവിടെ ഇങ്ങനൊരു സാമൂഹ്യമായിട്ടുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ഒന്നാം ഭാഗം കണ്ടില്ലെങ്കിൽ രണ്ടാം ഭാഗത്തിൽ എന്താ സത്യത്തിൽ നടക്കുന്നതെന്ന് അറിയാൻ ഒരു വഴിയില്ല. അപ്പോൾ അത് കണ്ടിട്ട് വിടുതലൈ പാർട്ട് 1 കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബ്രില്യൻറ്റ്, ഹാറ്റ്സ് ഓഫ് വെട്രിമാരൻ. കാരണം ഒരേ സമയം ഒരു വിപ്ലവകാരിയുടെ ജീവിതവും അതുപോലെ തന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന വലിയൊരു സിസ്റ്റം, ആ സിസ്റ്റത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണിത്. ഇതൊരു എന്താ പറയുന്നത്, വളരെ ഇഴഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ വളരെ വലിയ രീതിയിൽ ഒക്കെ ആയിട്ട് മാറിപ്പോകാൻ സാധ്യതയുള്ള, കയ്യിൽ നിന്നും വിഷയം തെന്നി മാറി ഒരുപാട് കുറച്ചും കൂടി വിപ്ലവത്തിന്റെ ആ ഒരു സൈഡിലോട്ട് കുറച്ചും കൂടി പോവുകയാണെങ്കിൽ ഒരു റവല്യൂഷണറി ആയിട്ടും ഇങ്ങോട്ട് തീരെ അങ്ങോട്ട് പോരുത് എന്ന് പറഞ്ഞിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബ്യൂറോക്രാറ്റിക് ആയിട്ട് മാറാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു അത്. പക്ഷെ അതിനെ ആ ഒരു തന്മയത്തോടെ പിടിച്ച് ഒരേപോലെ ആദ്യം മുതൽ അവസാനം വരെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ വിടുതലൈ പാർട്ട് 1 വിജയ് സേതുപതി ഉണ്ടെങ്കിലും വിജയ് സേതുപതിയുടെ കുറച്ച് സീനുകൾ മാത്രമേ ഉള്ളൂ. ആ ഒരു ക്യാരക്ടർ പെരുമാൾ എന്ന് പറയുന്ന ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പെരുമാൾ എന്ന് പറയുന്ന ക്യാരക്ടർ എങ്ങനെയാണ് അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് എത്തിയത്, എന്തൊക്കെയാണ് ആ ഒരു ജീവിതത്തിൽ നടന്നിട്ടുള്ളത്, വ്യക്തിജീവിതം എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും പാർട്ട് 1 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പാർട്ട് 1 ഉണ്ടായിരുന്നത് സൂര്യ എന്ന് പറയുന്ന ആ ഒരു കുമരേശൻ എന്ന് പറയുന്ന കോൺസ്റ്റബിളിന്റെ ഒരു ലൈഫും കാര്യങ്ങളും, അവിടുത്തെ ഈഗോ ക്ലാഷും, ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലെ പ്രശ്നങ്ങളും, പിന്നെ ഈ പെരുമാളിനെ പിടിക്കാൻ വേണ്ടി പോകുന്നതും അവിടുത്തെ വില്ലേജേഴ്സിനെ പീഡിപ്പിക്കുന്നതും, ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പാർട്ട് 1 ഈ സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ തുടങ്ങുന്നത് തന്നെ ഈ പെരുമാൾ എന്ന് പറയുന്ന ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടാണ്. പെരുമാൾ എന്ന് പറയുന്ന ക്യാരക്ടർ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളത് കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ അവിടെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, കറുപ്പൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ മറക്കാൻ പറ്റാത്തൊരു ക്യാരക്ടറായിട്ട് തങ്ങി നിൽക്കുന്ന ആളാണ് ഈ കറുപ്പൻ എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ്റെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട് തുടക്കത്തിൽ. കൊറിയോഗ്രാഫി ഓസം, ജസ്റ്റ് ഓസം. ആ ഒരു ഫൈറ്റ് സീൻ ചെളിയിൽ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് സീനാണ്. പിന്നെ ഒരു പ്രശ്നം തോന്നിയത്, ഈ സിനിമയിൽ വയലൻസുകൾ കാണിക്കുന്ന സമയത്ത്, വയലൻസ് രംഗങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടികളും മറ്റു കാര്യങ്ങളും കാണിക്കുന്ന സമയം, അതുപോലെ തന്നെ ഈ രക്തം, മുറി അതുപോലത്തെ ഉള്ളതൊക്കെ കാണിക്കുമ്പോൾ ഒരു ബ്ലർ എഫക്റ്റ് അവിടെ കൊടുത്തിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല. ആര് സെൻസർ ബോർഡിന് വേണ്ടി ചെയ്താണോ അതോ ഇവര് വേണം വെച്ച് ചെയ്താണോ എന്താണെന്നറിയില്ല. അതൊരു നമ്മളുമായിട്ട് ആ ഒരു കണക്ഷൻ വിട്ടുപോകുന്നതിന് ആ ഒരു ബ്ലർ എഫക്റ്റ് കാരണമായിട്ടുണ്ട്. അതിന്റെ ഒരു ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നിയില്ല. അത്ര വലിയ വയലൻസ് രംഗങ്ങളൊന്നും കാണാൻ പറ്റാത്ത തരത്തിലുള്ള രംഗങ്ങളൊന്നും സിനിമയിലില്ല. എന്നിട്ടും എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നുള്ളത് അറിയില്ല. ആസ്വാദനത്തിന്റെ ഒരു സുഖം അത് കുറയ്ക്കുന്നുണ്ടായിരുന്നു. കഥാപാത്രങ്ങളിലോട്ട് വരുമ്പോൾ ഇതിനകത്തുള്ളത് ഫസ്റ്റ് പാർട്ടിലെ സൂര്യ അതുപോലെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു ബേസ് ക്യാമ്പിന്റെ ഓസി ആയിട്ടുള്ള രാഘവേന്ദ്രൻ എന്ന പേരുള്ള ഒരു ക്യാരക്ടർ അതുപോലെ തന്നെ ഉണ്ട്. ആ ഒരു പോലീസ് ക്യാമ്പിലെ മിക്ക ക്യാരക്ടറും അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ പുതുതായിട്ട് ഇതിനകത്തോട്ട് വരുന്നത് മഞ്ജു വാര്യരും അതുപോലെ തന്നെ വിജയ് സേതുപതിക്ക് ഈ ഒരു ചിന്താഗതിയിലോട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന റോളുകളൊക്കെ ഉള്ള ആളുകൾ, പാർട്ടിയുടെ കുറച്ച് ആളുകൾ, അങ്ങനത്തെയുള്ള ആളുകളാണ് ഇതിൽ പുതുതായിട്ട് വരുന്നത്. പാർട്ട് 1 നിന്ന് അപേക്ഷിച്ച് നോക്കുമ്പോൾ പുതുതായിട്ട് വരുന്നത്. അവരുടെയൊക്കെ റോളുകൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. എസ്പെഷ്യലി രാഘവേന്ദ്രൻ എന്ന് പറയുന്ന ഒരു റോള് ഇതിനകത്തുണ്ട്. പുള്ളിക്കാരൻ ഒരു ഓസിയാണ്, ക്യാമ്പിന്റെ അല്ലെങ്കിൽ പട്രോളിന്റെ ഓസി ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേര് ശരിക്കും ചേതൻ എന്നാണെന്നാണ് തോന്നുന്നു. അപ്പോൾ എന്താ പറയുക, ഒരു ഈഗോ, വളരെയധികം ഈഗോ ഉള്ള, ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ കുറ്റങ്ങൾ ചെയ്യുന്ന ഒരു പോലീസ് ക്യാരക്ടറായിട്ടാണ് അദ്ദേഹത്തെ കാണിക്കുന്നത്. ആ ഒരു കാര്യമൊക്കെ അദ്ദേഹം വളരെ നിഷ്പ്രഭമായിട്ട് അല്ലെങ്കിൽ നിസ്സാരമായിട്ടാണ് ബോഡി ലാംഗ്വേജ് കൊണ്ടും ഒക്കെ ചെയ്ത്, കണ്ണുകൊണ്ടൊക്കെ വെറുതെ ചെയ്തിങ്ങനെ വിടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ റോള് അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് എക്സിക്യൂട്ടീവുകളുണ്ട്, കുറച്ച് IAS ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ അതിലെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള പുള്ളിയുണ്ട്. പുള്ളിയുടെ ഒക്കെ എക്സാക്ട്ലി നടത്തം, ഇരുത്തം, സംസാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സാക്ട് അതുപോലെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. നമ്മൾ മറ്റ് സിനിമകളിൽ കാണുന്നത് പോലെ ഉള്ള ഒരു നാടകീയത കൊണ്ടുവരാതെ യഥാർത്ഥത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കാം നടക്കുന്നുണ്ടാവുക, എന്തൊക്കെയാണ് ഈ ഒരു ബ്യൂറോക്രാറ്റുകളുടെ ഉള്ളിൽ നടക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഇവരുടെ ഇടയിലുള്ള സംഭാഷണങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഇവർ ഒരു പോളിസി ഫോം ചെയ്യുന്നത്, എന്തൊക്കെ ടാക്ടിക്കാണ് ഇവർ പൊളിറ്റിക്സിൽ പ്രയോഗിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തമായിട്ട് ആ ഒരു സിനിമ അതേ രീതിയിൽ തന്നെ അഡ്രസ് ചെയ്യുന്നുണ്ട്. അതുപോലെ മഞ്ജുവാരന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ മഞ്ജുവാരൻ ഒട്ടും എവിടെയും ഓവർ ആവുകയോ അല്ലെങ്കിൽ കുറച്ച് സെന്റിമെന്റ് സീനൊക്കെ വേണ്ട ഒരു ക്യാരക്ടറാണ്. അത് കുറച്ചും കൂടി ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ആ ബോൾഡ്നെസ് വേണം, അതുപോലെ തന്നെ ആവശ്യമുള്ള സെന്റിമെന്റ് സീനുകളും വേണം. അപ്പൊ അതൊക്കെ അത്ര അങ്ങ് പ്രശ്നമില്ലാതെ കൈവിടാതെ മനോഹരമായിട്ട് തന്നെ മഞ്ജു വാര്യർ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ വൺ ആൻഡ് ഓൺലി നമ്മുടെ വിജയ് സേതുപതി,
ഒന്നും പറയാനില്ല. അദ്ദേഹത്തെ കുറിച്ച് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് നല്ല നടനാണ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ അഭിനയിച്ചു എന്നൊക്കെ പറയുന്നതിന്റെ ഒരു ആവശ്യം തന്നെ ഇവിടെ ഇല്ല. ആ തരത്തിൽ ക്യാരക്ടറിനെ, പെരുമാൾ എന്ന് പറയുന്ന, വാദിയാർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് വിജയ് സേതുപതി. എക്സാക്ട്ലി അതിൽ ഒരുപാട് കോൺവെർസേഷൻ രംഗങ്ങളുണ്ട്, ഒരുപാട് സീരിയസ് ആയിട്ടുള്ള മാറ്റേഴ്സ് സംസാരിക്കുന്ന രംഗങ്ങളുണ്ട്, അതുപോലെ തന്നെ കുറച്ച് എക്സ്പ്രഷൻസ് വേണ്ട രംഗങ്ങളുണ്ട്. അതൊക്കെ വളരെ എന്താ പറയുന്ന ആ ഒരു വിജയ് സേതുപതിയുടെ തന്മയത്തോടു കൂടി തന്നെയാണ് ചെയ്തു പോയിട്ടുള്ളത്. ഈ സിനിമയിൽ കാണിക്കുന്നത് ഒരു 90s 80s ആ ഒരു സമയത്തൊക്കെ ഉള്ള തമിഴ്നാടുള്ള ഒരു ഇടത് സംഘടനകളുടെ അല്ലെങ്കിൽ എക്സ്ട്രീംസ് ഗ്രൂപ്പുകളും പോലീസുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാണ് സിനിമ കൈകാര്യം ചെയ്യുന്നത്. വിപ്ലവം, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജന്മി ഫ്യൂഡൽ ആ ഒരു വ്യവസ്ഥ, തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, തൊഴിലാളികളുടെ സംഘാടനം, പാർട്ടി, കക്ഷി, ചേരി, ഇങ്ങനെ പറയുന്ന ജാതി എന്നൊക്കെ പറയുന്ന വളരെയധികം സെൻസിറ്റീവായി നിൽക്കുന്ന, സമൂഹത്തിൽ നിൽക്കുന്ന പ്രശ്നങ്ങളാണ് ഈ സിനിമയിൽ കൈകാര്യം ചെയ്തു പോകുന്നത്. അതൊക്കെ ആ രീതിയിൽ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിനകത്ത് വിജയ് സേതുപതി ചെയ്യുന്ന ക്യാരക്ടർ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള, അതായത് നല്ലതിനു വേണ്ടി ഒരുപാട് കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ഒരാളായിട്ടാണ്, ഒരു ക്യാരക്ടറായിട്ടാണ് വിജയ് സേതുപതിയുടെ വരുന്നത്. പക്ഷെ ആ വിജയ് സേതുപതിയുടെ ക്യാരക്ടർ പോലും അവസാനം എത്തുന്ന സമയത്ത് നമുക്ക് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഇലക്ഷനുമാണ് വേണ്ടത്, വിദ്യാഭ്യാസവും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പുകളാണ് വേണ്ടത്, തിരഞ്ഞെടുപ്പുകളിലൂടെയും നമുക്ക് വിപ്ലവം നടത്താൻ പറ്റും എന്ന രീതിയിലോട്ട് മാറി ഒരു ചിന്ത പങ്കുവെക്കുന്ന രീതിയിലോട്ട് ആ ഒരു ക്യാരക്ടർ ഇവോൾവ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വിടുതലെ ഫസ്റ്റ് പാർട്ടിനോട് തീർച്ചയായിട്ടും നീതി പുലർത്തിയിട്ടുള്ള ഒരു സെക്കൻഡ് പാർട്ടാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും സംവിധായകന്റെ ഒരു റോള്, വെട്രിമാരന്റെ ഒരു റോൾ ഇതിനകത്ത് വളരെ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അദ്ദേഹം എന്ന് നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ക്യാരക്ടേഴ്സിന്റെ മികവ്, അഭിനയ മികവ് എന്ന് പറയുന്നത് വളരെ വലുതായിട്ടുണ്ട് ഇതിനകത്ത്. അതുപോലെ ടെക്നിക്കൽ ടീം, ആർട്ട് ടീമിന്റെ ഒരു ഇതിനകത്ത് ഒരുപാട് ഷൂട്ട് ചെയ്യുന്നതും വെടിയുണ്ട തറയ്ക്കുന്നതും വീഴുന്നതും ഒക്കെ ആയിട്ടുള്ള ഷോട്ടുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ സിനിമയുടെ ഒരു മറ്റ് സിനിമ പോലെ, അതായത് മറ്റ് ഈ സാമൂഹ്യമായിട്ടുള്ള വിഷയങ്ങൾ പറയുന്ന സിനിമ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ആളുകൾക്ക് ലാഗ് അടിക്കുന്ന, ഇഴച്ചിലുള്ള ഒരു തരം പരിപാടിയാണ്. പിന്നെ ഈ മനഃപൂർവ്വം കുറെ ആശയങ്ങൾ ഇങ്ങനെ കുത്തിത്തിരികെ ക്യാരക്ടേഴ്സിനെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ഇതൊന്നും നമുക്ക് അത്ര രസമുള്ളൊരു പരിപാടിയല്ല. പക്ഷെ ഇതൊരു ഒരു ത്രില്ലർ കണ്ടിരിക്കുന്ന അതേ എക്സ്പീരിയൻസോടുകൂടി നമുക്കിത് കണ്ടിരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ ഒരു കാര്യം. അപ്പോൾ എന്താ പറയുന്നത്, അതിന്റെ സംവിധാനം അത്രയും മികച്ചതാണ്, സിനിമ എടുത്തിരിക്കുന്ന രീതി, മേക്കിംഗ് രീതി അത്രയും മികച്ചതാണ്, അതിനകത്ത് അഭിനേതാക്കളുടെ അഭിനയം ആ രീതിയിൽ മികച്ചതാണ്. സിനിമ കൈകാര്യം ചെയ്യുന്ന പൊളിറ്റിക്സ് അതും വളരെ വ്യക്തമായിട്ട്, വളരെ കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് അതും കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഹാറ്റ്സ് ഓഫ് വെട്രിമാരൻ.